ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിക്കട്ടെ. ഇന്ന് നമ്മൾ കിടുക്കം മീനച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് വീട്ടിലൊന്ന് ട്രൈ നോക്കണം. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. കാണുമ്പോൾ തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നല്ല മോത പീസ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതായത് 2.5 സ്പൂൺ മുളക് പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇത്ര ഇട്ട ശേഷം ഇവനെ ഇങ്ങ് നല്ലോണം അങ്ങ് തിരുമ്മി അങ്ങ് മസാല അങ്ങ് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ അങ്ങ് വെക്കുവാണെങ്കിൽ മസാലയെല്ലാം മീനിലേക്ക് അങ്ങ് മൊത്തത്തിലങ്ങ് പിടിച്ച് വേറെ ലെവലായി കിട്ടും. എന്നിട്ട് ഇവനെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ആദ്യം ചട്ടി ചൂടാക്കുന്നു. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിൽ ഒഴിച്ച ശേഷം ഓയിൽ ചൂടായ ശേഷം മീൻ അതിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീനെ മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്യുക. നല്ല കരിമുരാന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നല്ല നല്ല കമൻറ്റൊക്കെ ഇടാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കാം. ലൈക്ക് ചെയ്യാതെ ഉള്ളൂ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ. അപ്പോഴേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങ് കട്ടൊക്കെ അങ്ങ് ലൈക്ക് ചെയ്തോന്ന്. ആ സമയത്ത് കൂടെ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി കരിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ സ്ലോയിലങ്ങ് ഫ്രൈ ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഈ മീൻ ഇട്ട് കഴിയുമ്പോൾ എണ്ണയൊന്ന് തണുക്കുമ്പോഴേക്ക് ആ ചൂട് ഇച്ചിരി അങ്ങ് കൂട്ടുക. കൂട്ടിക്കഴിയുമ്പോഴേക്ക് ഇതുപോലെ കരിമുരാന്ന് മീൻ ഫ്രൈ ചെയ്ത് കിട്ടും. എന്നിട്ട് അടുത്ത് ബാലൻസ് ഉള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല മോത പീസ് ഇതുപോലെ മസാലയൊക്കെ തേച്ച് അരമണിക്കൂർ അങ്ങ് വെച്ച ശേഷം ഇതുപോലെ വെളുത്തുള്ളിയും കരിവേപ്പിലയൊക്കെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യുമ്പോഴേക്ക് എണ്ണയ്ക്കകത്തങ്ങ് തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. എൻ്റെ ചങ്ങാതി വേറെ ലെവല കേട്ടോ. ഒരു രക്ഷയില്ല. ഓർത്തിട്ട് തന്നെ കൊതിയാവുക. അപ്പോൾ പിന്നെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വന്നിട്ട് രക്ഷ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവനെ ഇതുപോലെ നല്ല കരിമുരാന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകല്ലേ കേട്ടോ. കരിമുര എന്ന് പറയുമ്പോൾ കേട്ടോ കരിഞ്ഞു പോകാതെ ഇതുപോലെ ഫ്രൈ ചെയ്ത ശേഷം പിന്നീട് ഇതുപോലെ കുറച്ച് ഉലുവ എടുത്ത് ഇതുപോലെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ കളറാക്കിയെടുക്കുക. കരിഞ്ഞു പോലെ ഇതുപോലെ കളറാക്കിയെടുക്കാവുള്ള കളറാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒരു കല്ലിൻ്റെ അകത്തൊക്കെ ഇട്ട് ഇവനെ ഇതുപോലെ ഇങ്ങ് ഇടിക്കുക. നമ്മുടെ പിള്ളേരെ കേട്ടോ. പിള്ളേർ രണ്ടുപേരും നിങ്ങൾ നേരത്തോടെ അവനെ ഇടിച്ച് പൊടിച്ച് ഒരു പരുവാക്കിയെടുക്കുക കേട്ടോ. മിക്സിക്കകത്തിട്ട് ഇടിച്ചാലും ഒരു കുഴപ്പമില്ല. മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്താലും ഒരു കുഴപ്പം. ഇടിക്കല്ല, പൊടിച്ചെടുത്താൽ ഇതുപോലെ പൊടിയാക്കിയെടുക്കുക. ശേഷം വീണ്ടും പാത്രം ചൂടാക്കിയ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം ഉലുവായിട്ട് പൊട്ടിക്കുക. ഉലുവ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. അതൊന്ന് ഇതായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി 2ആയിട്ട് ക്ലീൻ ചെയ്ത് കീറിയ വെളുത്തുള്ളി എടുത്തൊരു മറിക്കുക. വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ വാട്ടുക. നല്ല രീതിയിൽ അങ്ങ് വാട്ടുക. വാടി വരുമ്പോഴേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി എടുത്ത് മറിച്ച് അവനെ ഇതുപോലെ ഇട്ടങ്ങ് വാട്ടുക. കണ്ടല്ലേ? രണ്ടും കൂടെ വാടിയ രൂപത്തിൽ വരുമ്പോൾ 2 പീസ് പച്ചമുളകോ അല്ല 1 പീസ് പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ഇങ്ങിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനും കിട്ടും. എന്നിട്ട് കരിവേപ്പില നല്ല സ്നേഹത്തോടെ അങ്ങ് വാരി വിതറുക. കരിവേപ്പില അതിലിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുക. ഇതെല്ലാം കൂടെ വാടുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടോ എൻ്റെ ചങ്ങാതി. അത് വേറെ ലെവലാട്ടോ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇവനെ ഒന്നും ഇതുപോലെ ഒരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കുക. കാരണം ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇവനെ അങ്ങ് വരട്ടുക. നല്ലവണ്ണം കരിയാതെ ആ ഓയിലിട്ട് വേണം വരട്ടാൻ. ഓയിൽ ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. കാരണം അച്ചാറിൽ ഓയിൽ വേണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൂത്തു പോകും. അപ്പോൾ ഓയിലിലിട്ട് ഇങ്ങനെ വരട്ടി കളറാക്കിയെടുക്കുക. ആ സമയത്ത് വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇതുപോലെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. എന്നിട്ട് അവനെയും കൂടി ഇതിലേക്ക് ഒരു മറിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ വരട്ടുക. എണ്ണയ്ക്കകത്തിട്ട് വരട്ടി ഒരു ഡാർക്ക് കളറാക്കണം കേട്ടോ. എന്നാലേ ആ കുത്തലൊക്കെ മാറി ഒരു മസാല ടേസ്റ്റ് എന്ന് പറയുന്നത് ചങ്ങാതി വേറെ ലെവലാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരട്ടി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തൊരു മറിക്കുക. ആവശ്യത്തിന് ഇടാവില്ല, കൂടുതലും ആവില്ല, കുറവും ആവില്ല. എന്നിട്ട് കുറച്ച് വിനാഗിരി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നതാണ്. അധികം ഇടുന്നില്ല. അധികം ഇട്ട് കഴിഞ്ഞാൽ പുളിച്ചൊരു പണ്ടാരായിപ്പോൾ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വിനാഗിരി എടുത്ത് ഇതുപോലെ മറിച്ചിട്ട് അതും ഇതിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. അങ്ങ് തിളപ്പിക്കുക നല്ല രീതിയിൽ. ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക മീൻ പീസ് എടുത്തിട്ട് മറിക്കുക. ഇതിലേക്ക് മറിച്ചിട്ട് ഇവനിങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക.
ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നല്ല കഷ്ണം പീസായ മോത പീസ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോകില്ല. നിങ്ങൾ 1-2 പ്രാവശ്യം ഇട്ട് മറച്ചാലും തിരിച്ചാലും ഇവരൊന്നും പെട്ടെന്ന് പൊടിയത്തില്ല. പൊടിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എൻ്റെ ചങ്ങാതി. എന്നിട്ട് നമ്മൾ ആ ഉലുവ പേസ്റ്റ് പൗഡറാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവനെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് കുറച്ച് ലാസ്റ്റ് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി അച്ചാർ വന്നാൽ വേറൊരു ടേസ്റ്റും ഒരു സ്മെല്ലും അതിൻ്റെ ചങ്ങാതി പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതല്ലേ ഇപ്പം നല്ല അച്ചാർ ഇരിക്കുന്ന ആ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? ഇപ്പം തന്നെ ഇച്ചിരി മീൻ പീസ് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലെവലത്. ഇതിലോലെ ഒരു പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് ആ ഒരു ഇച്ചിരി ഗ്രേവിയും കൂടെ എടുത്ത് അതിന് മുകളിലേക്ക് ഇങ്ങ് ഒഴിക്കുക. ഒരു ചോറ് കൊടുത്തൊരു പിടുത്തം കുടിക്കുക. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞിനും കൊടുത്തു. ആദ്യം ചൂടായതുകൊണ്ട് അവളത് താഴെ ഇട്ടം കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞു മോളെ ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അവളൊരു പീസ് എടുത്തൊരു പിടുത്തം പിടിക്കുന്നുണ്ടോ. അപ്പം മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാ അത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടും. അത്ര സൂപ്പർ അച്ചാറായി സാധനം. ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ നല്ല മീൻ മേടിച്ചോ. ഇതേ റെസിപ്പി വെച്ച് ട്രൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് വീട്ടിൽ 1 മാസം സുഖമായിട്ട് ഈ സാധനം ഇരിക്കും ചോറിനോട്